ഞാൻ ചെല്ലുമ്പോൾ പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു ഡബിൾ വേഷ തുണി എടുക്കും, ഫുൾ ഷേപ്പ്, ക്ലീൻ ഷേപ്പ്, ചാരിയിട്ട് ഇങ്ങനെ കിടക്കുക. അങ്ങനെയാണ് അവിടുത്തെ സൗന്ദര്യം. അന്നൊക്കെ ഒരു 45% ഉള്ളിൽ ഉണ്ടാവുള്ളൂ, എൻ്റെ അഭിപ്രായത്തിൽ 40-45 ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചാരിയിട്ട് കിടക്കുക. ചെല്ലുമ്പോൾ ഇല്ല, ഞാൻ മലപ്പുറൻ്റെ പെങ്ങളാണ് കുട്ടിയെന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ മലപ്പുറം അമ്മാനെ വിളിക്കാം. മലപ്പുറം എൻ്റെ അമ്മോനെ മലപ്പുറം വിളിക്കാം. മലപ്പുറം വിളിക്കാം. മലപ്പുറം അപ്പൊ മലപ്പുറത്തിന്റെ പെങ്ങളെ കുട്ടികളെ പറഞ്ഞോണ്ടിരുന്ന മലപ്പുറത്തിന്റെ പെങ്ങടെ കുട്ടികളെ പറയണം. അപ്പൊ എനിക്കൊരു ബ്ലൂ കളറില് ഇരുണ്ട നീല നേവി കളർ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. അതിങ്ങനെ സിൽക്കിനെ മരക്കാം, നമുക്ക് നോക്കും, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് തിരുമ്പും. ഞാൻ പോരോളം ഇങ്ങനെ തിരുമ്പും. പക്ഷെ ആ ഷർട്ട് ഞാൻ അന്ന് എടുത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു കൂട്ടുകാരൻ ജോലി പോകുന്ന കൊടുത്തു. അതിങ്ങനെ പിടിച്ച് തിരുമ്പും. ഇത്രല്ലോ തിരുമ്പിയിട്ട് എല്ലാം ചോദിച്ചിട്ട് സംസാരിക്കും. അതിൻ്റെ ഇടയിൽ കുറിച്ചപ്പോൾ കണ്ണ് ചിമ്പും. പക്ഷെ എന്നോട് ഞാൻ ചെല്ലുമ്പോൾ കണ്ണ് ചിമ്പിയാൽ അപ്പം തുറക്കും. കുറേ ആൾക്കാരെല്ലാം കിടക്കുക, ചിമ്പി കിടക്കല. വരിയിൽ നിന്നിട്ട് പോയി കാണണ്ടേ. അപ്പോൾ ചിലപ്പോൾ ഉച്ചൻ്റെ മുമ്പ് ചില ദിവസങ്ങൾ കാണാൻ പറ്റില്ല. വരി ഫുള്ളാകുമ്പോൾ ദോറിന് വാങ്ങി കൊടുത്താൽ നിസ്കരിക്കാൻ പോയിക്കോളൂ പുറത്തുള്ള ആൾക്കാർ നിർത്തും നിസ്കരിക്കാൻ പോയിക്കോളാൻ പറയും എല്ലാവരോടും. പിന്നെ ആൾക്കാർക്ക് നിസ്കരിക്കാൻ പോകാൻ പറയും. ശരിക്കും അല്ല, പുറത്തുള്ള ആൾക്കാരെ പറയാം. മൂപ്പനും പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അസറിന്റെ മുമ്പായിട്ട് 3 മണിക്കാണ് തുടങ്ങാം. അപ്പോൾ രണ്ടാമത് പിന്നെ വരിയിലെക്കും. അങ്ങനെ കിട്ടിയിരുന്നത്. അങ്ങനെ ഈ ആയിട്ട് പോക്ക്. പിന്നെ ഒരു പോക്ക് നമ്മളെ കൂട്ടുകാരുണ്ടായിരുന്നു, അബ്ദുല്ലാനുണ്ട് മക്കപ്പറമ്പിള്ള. അവനോട് എനിക്ക് കാര്യം പറയാം, നമ്മളൊന്ന് പോകാന്നുണ്ട്. ഞാനും പോയി എന്നുണ്ട്. പോകുമ്പോൾ ഇവിടെയാണ് മറ്റേ നിലമ്പൂർ താമസിക്കണേ. അപ്പോൾ ഓന് ഏർപ്പാടൊന്നുമില്ല, നല്ല കുടുംബമാണ്. നമ്മളെ കൂട്ടുകാരൻ്റെ ജ്യേഷ്ഠനാണ്, ഞാൻ ഒപ്പം പഠിച്ച ആൾക്കാരൊക്കെ. അപ്പോൾ ഓൻ പറഞ്ഞപ്പോൾ നമ്പർ ചോദിച്ച് നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ ഞാനും പോയി. ഓനോട് പറഞ്ഞു എന്നാലും ഏർപ്പാട് നോക്കിക്കോണ്ടി പറയുമ്പോഴത്തേക്കും എന്താ പറഞ്ഞില്ല. അതിന് ശേഷം 2-3 വർഷം കോഴി കച്ചവടം തുടങ്ങിയിട്ട് പിന്നെ തുടങ്ങി കുറേ കാലം പിന്നെ അവൻ കോഴി കച്ചവടമായിട്ട് ഇറക്കിയിരുന്നു. ഇപ്പൊ പിന്നെ നിലമ്പൂർക്ക് താമസം മാറ്റിക്കണം. ഇപ്പൊ കച്ചവടം എനിക്കറിയില്ല. അങ്ങനെ പോക്ക് പോലെ പോയി. അതുപോലെ ബൈക്കോ ഗൾഫിലെ ഓൻ എന്തെങ്കിലും ഏർപ്പാട് പറഞ്ഞേ കണ്ടുള്ളൂ. എന്തെങ്കിലും എന്തെങ്കിലും എന്തൊക്കെ സാമ്പത്തികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അറിയില്ല. എന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ഇപ്പം പറയാൻ പാടില്ലല്ലോ. അതിനുശേഷം പിന്നെ ഞാൻ ഞാൻ കൂടെ പോയപ്പോൾ ഭാര്യ പറയുന്നുണ്ട് അങ്ങനെ ഞാനും പാടെ. കാരണം എനിക്ക് പറ്റില്ല കാലത്ത് മന കൂട്ടി പോയി അത് എനിക്ക് പറ്റില്ല, ഓർമ്മ കിട്ടുന്നില്ല സമയത്ത്. അപ്പൊ അവനോട് ഭാര്യ എന്നോട് ഇപ്പം എന്ത് പറയാം, പേക്കൂടെ നിങ്ങളുടെ പോലെ ഓർമ്മയില്ലെന്ന്. അത് ചെറിയ ഈ 5 പ്രാവശ്യം ഇപ്പൊ ഉറപ്പാ. പിന്നെ മറ്റൊരു വിഷയങ്ങൾ അമ്മാനെ പറഞ്ഞ കേട്ടാ. കാരണം ബാപ്പുസ്ലിയോടൊപ്പം പഠിച്ചപ്പോ അതെന്താ വെറുതെ പറഞ്ഞില്ല, ഒരു 500ഓളം ആളുകള് അത് അവൾ പറഞ്ഞ് ഞാൻ കേട്ടതാ. ഒരാൾ ഉസ്താദിനോട് പറഞ്ഞല്ലോ, ഉസ്താദിന് അവിടെ 500 ആൾ വന്നു ഒരു ദിവസം ശൈഖുനാനെ കാണാൻ. 500 ചില്ലാൻ ആളുകൾ വന്നു. അതിൽ ഒരാൾ മാത്രമാണ് ആഖിറത്തിന്റെ കാര്യം പറഞ്ഞു, ബാക്കിയൊക്കെ ദുനിയാവിന് വേണ്ടി വന്നതായിരുന്നു. 500 ചില്ലാൻ ആളുകൾ ശൈഖുനാനെ കാണാൻ വേണ്ടി വന്നിട്ട് 500 ചില്ലാൻ ആളുകളിൽ എല്ലാ ആളുകളും ചോദിച്ച ദുനിയാവാ, പക്ഷെ അതിൽ ഒരാൾ മാത്രമേ ആഖിറത്ത് ചോദിച്ചിട്ടുള്ളൂ. ഉസ്താദ് പറഞ്ഞത് കേട്ടതാ, അത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇതൊരനുഭവമാണ് അമ്മാവന്മാരോട് പറഞ്ഞതാണ്. മലപ്പുറത്ത് വെച്ചിട്ട് വാപ്പുസ്ലിയാരെ കണ്ടു. പുളിക്കൽ വാപ്പുസ്ലി പഴയ പണ്ഡിതനാണ്. വാപ്പുസ്ലിയാർ പോയപ്പോൾ അവരൊക്കെ CM ഒപ്പം ഇതുള്ള ആൾക്കാരാണ്, കൂട്ടിയിട്ടുള്ള ആൾക്കാരാണ് പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഈ വാപ്പുസ്ലിയാർ അസ്സലാമു അലൈക്കും CM കൊടുത്തതാന്ന് പറഞ്ഞു അമ്മാവനോട്. അമ്മാവത്തേക്ക് എന്നേക്കും ആ സലാം മടക്കി അത് വാപ്പുസ്ലിയാർക്ക് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ മലപ്പുറത്ത് പറഞ്ഞ സലാം കോഴിക്കോട് കേട്ടു. ഒന്നാതെ മലപ്പുറത്തുനിന്ന് സലാം പറഞ്ഞത് കോഴിക്കോട് കേട്ടു, വാപ്പുസ്ലിയാർ പറഞ്ഞത്. അപ്പൊ മനസ്സിലാക്കാൻ നമുക്ക് വാപ്പുസ്ലിയാർ പറഞ്ഞ സലാം മടക്കി അസ്സലാം എന്നിട്ട് പറഞ്ഞു മടക്കിയ സലാം മടക്കി കേട്ടിട്ടുണ്ട്. കാര്യം അല്ലേ പറയില്ലോ. CM പോകാൻ ടൈമിലേക്ക് കണ്ടത്, വാപ്പുസ്ലിയാർ കണ്ടത്. അപ്പൊ എങ്ങോട്ടാ ചോദിച്ചപ്പം അമ്മാവൻ പറഞ്ഞു ഞാൻ വാപ്പുസ്ലിയാർ CM പോകാറുന്നു. എന്റെ സലാം കൊടുത്തത് പറഞ്ഞ സലാം പറഞ്ഞു. ഇത് അമ്മാവത്ത് കിടന്നേക്ക് ഈ സലാം മടക്കി. അമ്മാവനകത്തേക്ക് കടന്നപ്പോ തന്നെ സലാം മടക്കി. ഈ വിവരം ഇമ്മാനോട് പറഞ്ഞു, ഇമ്മനോട് പറഞ്ഞതാ. അമ്മാവൻ കള പറയില്ലോ, കത്തീബായിരുന്നു പള്ളിക്കരെ. ഈ സലമലവിന്റെ പെങ്ങളെ കെട്ടിക്കണത്. അപ്പൊ അന്ന് ആ വിവരം പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇമ്മാന്റെ വീട്ടിൽ കോലക്കണ്ണി തറവാടുണ്ട്, അവര് കുടുങ്ങിയിരുന്നു പറഞ്ഞു. അവിടെ താമസിക്കും. അതിലിപ്പോ വായക്കാരൻ ഒരാളുടെ ഇപ്പൊ അതിന്റെ താഴെ
രണ്ടാളോ ഒന്നാളോ മരിച്ചേക്കും. ഇപ്പൊ അവിടെ ഒരു അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ ചോദിച്ചു നോക്കാം, അവര് സീമനെ കണ്ടിട്ടുണ്ടോ, അതിൽ അനുഭവം ഉണ്ടോ എന്ന് പറഞ്ഞു. അവിടെ 15 സ്ഥലം താമസിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങൾ അത് തിരക്കിയാൽ മതി. അതുപോലെ തന്നെ നിലമ്പൂരുള്ള ആൾക്കും അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കാം, നമ്പർ ഇട്ടാൽ നോക്കാം. ഏതായാലും ഇതാണ് അനുഭവം, നേരിട്ടുള്ള അനുഭവം. പിന്നെ 2 കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ ഈ പൈസ എല്ലാവരും കൊടുക്കുമ്പോൾ ചോദിക്കൊന്നുമില്ല, അത് നീട്ടി വെക്കില്ല, അത് ഈ ബാഗ് വെക്കും. കാണാൻ വരുന്നൊരു പൈസ ഈ ബാഗ് ഞാൻ അന്വേഷിച്ച കിട്ടിയ വിഷയത്തിനനുസരിച്ച് മറ്റൊരു ആർഭാടത്തിലോ മറ്റൊരു ജീവിതത്തിലും പോലില്ല. ഈ കിടക്കുമ്പോൾ പൈസ അത് നമ്മൾ കേട്ടിട്ടുണ്ട്, ആ പൈസ ആരെങ്കിലും വരുമ്പോൾ അത് കൊടുക്കല, അത് പറഞ്ഞു ഉള്ള ആൾക്കാർ പറയുന്നതാണ്. പൈസ വെക്കൽ ജാലും താങ്കൾ കൊടുക്കും. അതിന്റെ ഇടയിൽ ഇൻകം ടാക്സ് വന്ന് അവള് ഒരു ദിവസം ആ പൈസ എല്ലാം ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തു തീർത്തു. ഈ വിഷയം കേട്ടതാണ്. പിന്നെ അതിന് ശേഷം പൈസ വാങ്ങിയിട്ടില്ല ഞാൻ കേൾക്കുന്നത്. അതെ അതെ, പിന്നെ അവസാന പൈസ വാങ്ങിയില്ല. പിന്നെ ഈ സംസാരിക്കുമ്പോഴും ദുനിയാവിലല്ല, അത് നമുക്ക് മനസ്സിലാക്കാം. ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോഴും ആൾ ദുനിയാവിലല്ല, കാരണം മറ്റൊരു ലോകത്താണ്. അത് പറയുന്നുണ്ട് എടുക്കുന്നൊക്കെ ഉള്ളൂ. അത് ചോദിച്ചതിനപ്പോൾ സമാനം പറയും, അത് നിൽക്കും, മറ്റൊന്നുമില്ല. പിന്നെ കണ്ണാൽ ചിമ്പും. അതർത്ഥം ചിലപ്പോൾ ചെല്ലുമ്പോൾ പറയും ഉറങ്ങാണ്, എണീക്കൂല. അപ്പോൾ രാവിലെ കാര്യമില്ല, അതിൻ്റെ അടിയിൽ കൂടി പെട്ടെന്ന് ചിലപ്പോൾ ഉണരും. അങ്ങനെ 7-8 ദിവസം കിടക്കലുണ്ടെന്ന് കേട്ടു. ഉറക്കല്ല, അതൊക്കെ ദുനിയാവുന്നുണ്ട്. പിന്നെ ഒരു ഡബിൾ തുണി കറുത്ത കരള്ള, അതിങ്ങനെ അവിടുത്തെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു ഇത് മക്കരപ്പറമ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾ അബുവാക്കാൻ്റെ അവിടുന്ന് അബുവാക്ക എപ്പോഴും വരവുണ്ട്, അബുവാക്ക കൊടുക്ക തുണിയെ കയറുമ്പോൾ എടുക്കല് ഒരു കറുത്ത കരള തുണി എന്നോട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും വലിയ വിശ്വാസം, പഴയ കാലത്തെ വിശ്വാസമാണ്. അൽഹംദുലില്ലാഹ്. ഏതായാലും നേരിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ. അനുഭവം ഈ 8ാം ദിവസം ഈ പോണ്ടെന്ന് വേണ്ട ഗൾഫ് വേണ്ടെന്ന് പറയാനുള്ള കാരണം ഈ മരണം നമ്മൾ മുമ്പിൽ കണ്ടിട്ടുണ്ട്. വീട്ടിൽ മൂത്തയാനല്ലേ, അഞ്ചന്മാരും പെങ്ങന്മാരും കല്യാണത്തിനൊക്കെ ഇരിക്കുകയാണ്. വീട്ടിൽ വാപ്പാൻ്റെ ഉമ്മ ഉണ്ട്, ഒരു വാപ്പാൻ ജ്യേഷ്ഠൻ നാട്ടിലില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പിന്നെ കൊണ്ടുവരാൻ അമ്മ വേണം. കാരണം വല്യമ്മകത്തിൽ ഒരു പ്രിയത്തിലായിരുന്നു. അതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ആൾക്കാരിൽ അനുഭവം കേൾക്കാം. ഞാൻ പലരോടും പറയല്ല, ഇങ്ങനെ പോകാൻ നമ്മൾ കേട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഉറപ്പുള്ളത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഒരുപാട് നമുക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേൾക്കാം, പക്ഷെ ഉള്ളത് തന്നെ ആയിരിക്കും, 100% ഉറപ്പാണ്. പക്ഷെ നമുക്ക് നേരിൽ കേട്ടത് ആണ് നമ്മൾ ഒരു അനുഭവം. ഇവിടെ അനുഭവമല്ല, എൻ്റെ അമ്മായി ഉണ്ട്. ആ അമ്മായിയുടെ മക്കള് വയനാട്ടിൽ മേപ്പാടെ താമസിക്കുന്നത്. ഇപ്പം ഇയാളെ മരിച്ചു, കുഞ്ഞാപ്പറ. അവൻ്റെ ഭാര്യൻ്റെ കുടുംബമാണ് ഈ മൂപ്പൻ്റെ വീട്. അപ്പോൾ അവന് അന്നൊക്കെ ഈ വീഴ്ച അവിടുന്ന് കേൾക്കുന്നുണ്ട്, മലയ്ക്കൊന്നും അമ്മയിലേക്കൊന്നും മാത്രമല്ല. അപ്പോൾ അവന് ആക്സിഡൻറ്റ് ജീപ്പ് ഡ്രൈവറായി തോന്നുന്നുണ്ട്. ജീപ്പിന് ആക്സിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് അവസരമായി അവിടെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്, അത് സാരമില്ല, അത് സുഖമായിക്കൊള്ളുന്നു പറഞ്ഞു. അയാൾക്ക് സുഖമായി, കുറേ കാലം മരിച്ച് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു മാസത്തിൽ മരിച്ചിട്ട്. അപ്പോൾ അയാളെ ഭാര്യൻ്റെ കുടുംബം എത്രത്തോളം കുടുംബം എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, അതിപ്പോൾ ഞാൻ മറ്റൊരു ചോദിച്ചാലില്ല. അങ്ങനെ ഒരുപാട് കേൾക്കാം. അൽഹംദുലില്ലാഹ്. ഏതായാലും ഷെയ്ഖുനയുമായി നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് നമ്മളോടൊപ്പം ഉസ്മാനൊക്കെ പങ്കുവച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കൊക്കെ അള്ളാഹു ഷെയ്ഖുനയുടെ മദതും പൊരുത്തവും തരട്ടെ. ഇൻഷാ അള്ളാഹ് ഈ മടവൂർ കാഫില കാണുന്ന നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, കൂടുതൽ ആളുകൾക്ക് സീമുലുള്ളതിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ഈ പരിപാടി ഒരു കാരണമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.